നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞ സംഭവം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു വിരൽത്തുമ്പിലാണെന്നാണ് നമ്മളൊക്കെ വിചാരം. പക്ഷേ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് മൊത്തം ഇൻ്റർനെറ്റിൻ്റെ വെറും 4% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ബാക്കി 96% എന്താണ്? ഡാർക്ക് വെബ് എന്ന ഇൻ്റർനെറ്റിൻ്റെ ഈ ഒരു ഭാഗത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വെൽക്കം ബാക്ക് ടു AFWORLD. AFLU here. സംഭവം ഒരു ഹെവി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസ്ക് ഒക്കെ വാങ്ങി വെച്ചത്. പക്ഷേ ഈ ഒരു മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം 1969 2 കോളേജ് വിദ്യാർത്ഥികൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സന്ദേശം അയച്ചത് മുതലാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സാധനം ജനിക്കുന്നത്. ഇന്നിപ്പോൾ 2019 ആയപ്പോഴേക്ക് തന്നെ ഇൻ്റർനെറ്റിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് വെറുതെ ഒരു സന്ദേശം അയക്കുക എന്നുള്ളതിൽ മാറിയിട്ട് ഇന്ന് പലതും വാങ്ങാനും വിൽക്കാനും അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾക്ക് നമ്മൾ ഇന്ന് ഈ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് വരെ ഈ ഒരു ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മളറിയാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും അറിവില്ലാത്ത ഒരു വലിയൊരു നിഗൂഢമായ ലോകം തന്നെ, ഒരു അണ്ടർ വേൾഡ്, ഒരു ഡാർക്ക് അണ്ടർ വേൾഡ് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഡാർക്ക് വെബ് എന്നുള്ള പേരിൽ ഇൻ്റർനെറ്റിനെ മെയിനായിട്ട് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. നമ്മളൊക്കെ കാണുന്നത് സർഫസ് വെബ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമുക്കൊക്കെ സർഫ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ എടുത്തു നോക്കാൻ കഴിയുന്ന ഒരുപാട് വെബ്സൈറ്റുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ സർഫസ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഭാഗം എടുക്കുന്നുണ്ട്. ഡീപ്പ് വെബ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു സെർവറിലേക്ക് അവർ കയറ്റി വെക്കും. ഇത്തരത്തിലുള്ള സെർവറുകളിലേക്ക് ഒരിക്കലും നമുക്ക് കയറാൻ കഴിയാറില്ല. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കൺട്രോളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്മിന് വേറൊരു ഭാഗം തന്നെ ഇൻ്റർനെറ്റിലുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് സാധാരണ ഒരു വ്യൂവറിന്, ആ വെബ്സൈറ്റ് സന്ദർശിക്കാൻ കയറിയിട്ടുള്ള ഒരു വ്യൂവറിന് ഒരിക്കലും കയറാനോ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നോ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഡീപ്പ് വെബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം. ഡീപ്പ് വെബിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല. അത്യാവശ്യം സൈലൻ്റ് ആയിട്ട് തന്നെ പോകുന്ന ഒരു സംഭവമാണ് ഈ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള വേറൊരാളുണ്ട്, ഡാർക്ക് വെബ്. ഇവിടെയാണ് ലോകത്തുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും കച്ചറകളും തീവ്രവാദങ്ങളും മനുഷ്യക്കടത്തുകളും അതുപോലുള്ള എന്തൊക്കെ വേണ്ടാത്തരങ്ങളുണ്ടോ അത് മുഴുവനായിട്ടും നടക്കുന്നത് ഈ ഒരു ഡാർക്ക് വെബിലാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ വാപ്പാനും ഉമ്മാനും ഒഴിച്ച് ബാക്കി എന്തും ഈ ഒരു ഡാർക്ക് വെബിലൂടെ നമുക്ക് വാങ്ങാൻ കഴിയും. അത് എന്ത് തന്നെ ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിലൂടെ വാങ്ങാൻ കഴിയും. നമ്മൾ സാധാരണ ബ്രൗസ് ചെയ്യുന്ന ഇൻ്റർനെറ്റിൽ നമ്മൾ നേരെ പോയിട്ട് ഗൂഗിൾ ഡാർക്ക് വെബ്, എൻ്റർ ഡാർക്ക് വെബ് എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് വെബ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗസർ നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ടോർ ബ്രൗസർ ചെയ്യുന്നത് ഓരോ സൈറ്റുകൾ നമ്മളതിൽ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ IP അഡ്രസ്സ് ഓരോ സെക്കൻഡിൽ വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്തിട്ട് നമ്മളെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു ടോർ എന്ന് പറയുന്ന ബ്രൗസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സംഭവം ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടാത്തരങ്ങൾ നടക്കുന്ന തീവ്രവാദവും വെപ്പൺ ട്രാഫിക്കിങ്ങും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അടക്കം എല്ലാ സംഭവങ്ങളും നടക്കുന്ന ഈ ഒരു ഡാർക്ക് വെബിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർ എന്ന് പറയുന്ന ഈ ഒരു ബ്രൗസർ ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സാണ്. ഏറെക്കുറെ 1900-ലാണ് ടോർ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ബ്രൗസർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അവരുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളൊക്കെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രൈവസി നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ടോർ എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ടോർ എന്ന് പറയുന്ന ഒരു ബ്രൗസർ അന്ന് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സാധാരണ പറയുന്ന ഈ സർഫസ് വെബ് അല്ലെങ്കിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ടോർ എന്ന് പറയുന്ന ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഡാർക്ക് വെബിലേക്ക് കയറുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ആര് യൂസ് ചെയ്യുന്നു, എവിടെ നിന്ന് യൂസ് ചെയ്യുന്നു, അയാൾ എന്തൊക്കെ
ഈ ഡാർക്ക് വെബിൽ കയറിയിട്ട് ചെയ്യുന്നു, അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ആർക്കും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും തീവ്രവാദവും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വലിയ രീതിയിൽ തന്നെ. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിനൊക്കെ ഏറെക്കുറെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യം മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്ന സംഭവം. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഡാർക്ക് വെബ് യൂസ് ചെയ്തിട്ട് പല വസ്തുക്കളും വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഏറെക്കുറെ ഒരു 1.5 മാസം മുന്നേ ആണ് ഞാനിങ്ങനെ ഒരു വാർത്ത, ഡാർക്ക് വെബ് കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത കാണുന്നത്. അത് മുതലേ ഏറെക്കുറെ ഞാൻ ഈ ഒരു ഡാർക്ക് വെബിനെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡാർക്ക് വെബിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഡാർക്ക് വെബിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ കയറിയ സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതേപോലെ തന്നെ ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സ് 2002 ടോർ എന്ന് പറയുന്ന ഒരു ബ്രൗസർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. സത്യത്തിൽ അത് മുതലാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നൊരു സാധനം ജനിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഏറെക്കുറെ 500,000 മില്യൻ്റെ കച്ചവടമാണ് ഓരോ ദിവസവും ഈ ഡാർക്ക് വെബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഡാർക്ക് വെബിൽ ഉള്ളത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്നത്തെ ഈ ഒരു ആധുനിക സാഹചര്യത്തിൽ വളരെ രഹസ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു ഡാർക്ക് വെബാണ്. അതായത് ആര് എവിടെ നിന്നിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ഡീറ്റെയിൽസും ഡാർക്ക് വെബിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തീവ്രവാദികൾ, IS ഉൾപ്പെടെയുള്ള ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് തീവ്രവാദികൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇന്ന് ഡാർക്ക് വെബായി മാറിയിട്ടുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ ഇന്ന് ഡാർക്ക് വെബാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വെപ്പൺ ട്രാഫിക്കിങ്. വളരെ ചെറിയ ഗണ്ണ് മുതൽ വലിയ രീതിയിലുള്ള മിസൈൽ ഗൺ പോലെ, അല്ലെങ്കിൽ അത്രയും വലിയ റോക്കറ്റ് ലോഞ്ചർ എന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഗൺസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിൽ നിന്ന്, ഈ ഒരു ഡാർക്ക് വെബിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. അതേപോലെ തന്നെ മയക്കുമരുന്നുകളുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് വെബിലൂടെയാണ്. അതായത് ഇന്ന് എന്തൊക്കെ ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള എന്തൊക്കെ മയക്കുമരുന്നുകളുണ്ടോ, അത് മുഴുവനും ഇന്ന് ഈ ഡാർക്ക് വെബിൽ ലഭ്യമാണ്. നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഷോപ്പിംഗ് വെബ്സൈറ്റുകളെ പോലെ തന്നെ ഈ ഡാർക്ക് വെബിലും ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റ് പ്ലേസുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളും ഗൺസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് പല ആളുകളുടെയും ഹാക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് രേഖകൾ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. അതായത് ആളുകളുടെ പാസ്പോർട്ട്, അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ അത്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ, വേറെ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഡാർക്ക് വെബിലൂടെ വാങ്ങാൻ കഴിയും. ഏറെക്കുറെ $1 അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ രീതിയിലൊക്കെ ഏറെക്കുറെ ഒരു 50-70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് അതിലൂടെ വാങ്ങാൻ കഴിയും. അയാളുടെ ഫുൾ ഡീറ്റെയിൽസ്, അയാളുടെ നമ്പർ, അയാളുടെ താമസിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസോടുകൂടെയുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡാർക്ക് വെബിലൂടെ വാങ്ങാൻ കഴിയും. എന്തിനാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ കുറഞ്ഞ രീതിയിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ളതിലൂടെയൊക്കെ കയറിയിട്ട് ഏറെക്കുറെ 1-2 ലക്ഷം ഒക്കെ വില വരുന്ന സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. നമ്മളെ നാട്ടിൻപുറങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇടയിൽ ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാർഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിങ് എന്ന് പറഞ്ഞ സംഭവം ഏറെക്കുറെ പ്രവർത്തിക്കുന്നത് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഇതിൽ ഒരുപാട് ഹാക്കേഴ്സുകളുണ്ട്, ഒരുപാട് ഹാക്കർമാരുള്ളൊരു സംഭവമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു വലിയ രീതിയിൽ തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഹാക്കേഴ്സിന് ഇതിലൂടെ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ പഠിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിക്കുന്ന KTUവിൻ്റെ കീഴിലുള്ള ഒരു കോളേജിലാണ്, അതായത് മറ്റേ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ ഹാക്കേഴ്സ് കയറിയിട്ട്, നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഹാക്കേഴ്സ് കയറിയിട്ട് എൻ്റെ മാർക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ മാർക്കുകൾ, കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് അവർ ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ ഈ ഒരു ഡാർക്ക് വെബിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് വെബിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം. അപ്പോൾ പിന്നീട് അടുത്തതായിട്ട് വരുന്നത്, ഇതിലൂടെ നമുക്ക് ഡാർക്ക് വെബിലൂടെ നമുക്ക് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൊലയാളികളെ വാടകയ്ക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമ്മൾ കയറുന്ന സമയത്ത് ഒരു 10 പൊളിറ്റിക്കൽ നേതാക്കളെ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോസ് അവിടെ കൊടുത്തിട്ടുണ്ട്.
അതിൽ തൊട്ട് താഴെയായിട്ട് അവർ എഴുതിയിട്ടുള്ളത് ഈ നേതാക്കളെയും 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾ കൊന്നു തരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഹിറ്റ്മാൻ ഹയറിംഗ് എന്നൊക്കെ പറയും. അതായത് കൊലയാളിയെ വാടകയ്ക്ക് എടുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരാണോ ഈ കൊട്ടേഷൻ തന്നിട്ടുള്ളത് എന്നുള്ളത് കൊലയാളി ഒരിക്കലും അറിയുന്നില്ല. ആരാണ് ഈ കൊല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ കൊട്ടേഷൻ കൊടുത്ത ആളും അറിയുന്നില്ല. അത്തരത്തിൽ വളരെ സീക്രട്ട് ആയിട്ടായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ക്യാഷ് കൊടുക്കുന്ന ഒരു കാര്യം വളരെ രീതിയിൽ തന്നെ സംശയമുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് കൊടുത്തിട്ട് നമ്മുടെ റുപ്പീസ് കൊടുത്തിട്ടൊന്നും നമുക്ക് ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിൻ കൊടുത്തിട്ടാണ് ഇതിലുള്ള ട്രാൻസാക്ഷൻ മുഴുവനായിട്ട് നടക്കുന്നത്. ബിറ്റ് കോയിൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മുടെ റുപ്പീസ് കൊടുത്തുകൊണ്ട് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു ബിറ്റ് കോയിനിലൂടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നതുകൊണ്ട് യാതൊരു കാരണവശാലും ആരാണോ കാശ് കൊടുത്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും ആർക്കും ട്രാക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. പിന്നെ ഈ ഡാർക്ക് വെബിൽ ഏറ്റവും കൂടുതലുള്ളത് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഡാർക്ക് വെബിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം ഈ ചൈൽഡ് പോണോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഈ ഒരു ഡാർക്ക് വെബിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഡാർക്ക് വെബിലൂടെ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് വാങ്ങാൻ കഴിയും, നമ്മളെ കയ്യിലുള്ള ആളുകളെ വിൽക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഈ ഡാർക്ക് വെബിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഡാർക്ക് വെബിലുള്ള വേറൊരു കാര്യമാണ് റെഡ് റൂംസ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആളുകളുണ്ടാവും. ആ ആളുകളെ ആരെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം. ആ ആളുകളെ ഏത് രീതിയിൽ കൊല്ലണം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന രീതിയിൽ ആ ആളുകളെ ആക്രമിക്കുകയും ആ ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്യും ഈ ഒരു റെഡ് റൂമിൽ. അപ്പോൾ അതിനും ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാഷ് കൊടുക്കണം. ബിറ്റ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കഴിയുള്ളൂ. വലിയ രീതിയിൽ തന്നെയുള്ള എല്ലാ അതിക്രമങ്ങളും ഈ ഒരു ഡാർക്ക് വെബിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകളും വലിയ രീതിയിൽ തന്നെ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത് വന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടതും വളരെയധികം രസകരമായിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. അതായത് ഈ ഒരു ഡാർക്ക് വെബിലൂടെ നമുക്ക് ചൈൽഡ് സ്പിരിറ്റിനെ, അതായത് ആത്മാക്കളെ നമുക്ക് വാങ്ങാൻ കഴിയും. ഈ ആത്മാക്കൾ എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടികളെ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചില കുട്ടികളെയൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് കൊല്ലേണ്ടി വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ ആത്മാക്കളെയൊക്കെ പ്രത്യേകമായിട്ട് ഒരു വസ്തുവിൽ ആവാഹിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മാക്കളെ വരെ നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിലൂടെ നമുക്ക് മേടിക്കാൻ കഴിയും. ഈ വസ്തുക്കൾ കൈവശം വെക്കുമ്പോൾ നല്ല വെൽത്ത് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ ഈ ഒരു ചൈൽഡ് സ്പിരിറ്റിനെ കൂടുതലായിട്ടും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിടുക. ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡാർക്ക് വെബിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഡാർക്ക് വെബും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡാർക്ക് വെബിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ രീതിയിലുള്ള പണികളൊന്നുമില്ല. ഏതെങ്കിലും ഒരു VPN സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ടോർ എന്ന് പറയുന്ന ഒരു ബ്രൗസർ നമുക്കിന്ന് വളരെ സുലഭമായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ വരെ കിടക്കുന്ന ഒരു സാധനമാണ്. അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. നേരെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് നേരെ ഡാർക്ക് വെബിലേക്ക് കയറാനുള്ള സെറ്റപ്പൊക്കെ റെഡിയായി. പക്ഷേ ഡാർക്ക് വെബിലേക്ക് കയറാനുള്ള ഒരു ജാലകം നമ്മൾ മുന്നിൽ തുറന്ന് വന്നിട്ടുണ്ടെങ്കിലും എന്തിലേക്ക് കയറണം എന്നുള്ളൊരു ചോദ്യം, ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റുകളുടെ URL ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഡാർക്ക് വെബിലേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തപ്പി തിരഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് വെബ്സൈറ്റുകളൊക്കെ കിട്ടി. പക്ഷേ ഈ വെബ്സൈറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വെബ്സൈറ്റുകളെ പോലെയല്ല ഡാർക്ക് വെബിലുള്ള വെബ്സൈറ്റുകളുടെ ആ ഒരു URL വരുന്നത്. സാധാരണ ഇതിൽ നമ്മളിപ്പോൾ www.google.com അല്ലെങ്കിൽ flipkart.com ആ ഒരു രീതിയിലൊക്കെയാണ് വെബ്സൈറ്റുകൾ വരുന്നത്. പക്ഷേ ഇതിൻ്റെത് ആൽഫബറ്റ്സ്, അതായത് ABCD അങ്ങനത്തെ ആൽഫബറ്റ്സ് ക്യാപിറ്റലും സ്മോളും ഒക്കെ തല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ വെബ്സൈറ്റുകളുടെ URLകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റുകൾ തരാതെ, വെബ്സൈറ്റിൻ്റെ URL തരാതെ ഒരിക്കലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഈ ഗൂഗിളിൻ്റെ ഒക്കെ പോലെ തന്നെ ഡാർക്ക് വെബിലും ഒരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെർച്ച് എൻജിൻ്റെ ഒരു URL ഒക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ കയറിയ സമയത്ത് വേറെ ഏതൊക്കെയോ രീതിയിലുള്ള ലാംഗ്വേജിലാണ് അതിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നു ലാറ്റിനോ റഷ്യ അങ്ങനത്തെ ഏതൊക്കെയോ ഭാഷകളിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഡാർക്ക് വെബിൽ കയറുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നതിനെ കുറിച്ചിട്ട് പറയാം. ഈ ഡാർക്ക് വെബിൽ ഒരുപാട് ആളുകളുടെ പ്രൈവസികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ
ആളുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൾമാറാട്ടം നടത്തണമെന്നുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നൈസായിട്ട് തന്നെ ആൾമാറാട്ടമൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള വ്യക്തിവിവരങ്ങളൊക്കെ ഡാർക്ക് വെബിൽ എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ ഡാർക്ക് വെബിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡാർക്ക് വെബിലുള്ള ഹാക്കേഴ്സ് നമ്മുടെ ഡിവൈസിലേക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും അതിലേക്ക് ഒരുപാട് മാൽവെയറുകളെ കടത്തി വിടുകയും നമ്മുടെ കമ്പ്യൂട്ടർ മുഴുവനായിട്ടും അവരുടെ ഒരു കൈവെള്ളയിൽ ഒതുക്കുന്ന രീതിയിലേക്ക് മാറ്റും. അതോടുകൂടെ തന്നെ നമ്മുടെ എന്താ പറയുക, വെബ് ക്യാമറ ഒക്കെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അത്തരത്തിലുള്ള നമ്മുടെ മുഴുവൻ ഹാർഡ്വെയറുകളുടെയും കൺട്രോളുകൾ ഇത്തരത്തിലുള്ള ഹാക്കേഴ്സിൻ്റെ കയ്യിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടർ മുഴുവനായിട്ട് നിയന്ത്രിക്കുന്നത് അവരായിരിക്കും. നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ അവർ നമ്മുടെ ഫോട്ടോസുകൾ എടുക്കും, നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ അവർ നമ്മളറിയാതെ ചോർത്തി കൊണ്ടുപോകും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും നേരെ പോയിട്ട് ഡാർക്ക് വെബിലൊന്ന് കയറിയിട്ട് ഒന്നും തപ്പാനൊന്നും നിൽക്കണ്ട. കാരണം അത്രയും റിസ്ക് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്നത്. പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് എഡ്യൂക്കേഷണൽ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമാണ്. ദിസ് വീഡിയോ ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പോൾ ഒരു ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരും ഈ ഒരു വീഡിയോയെ ദുരുപയോഗം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടിട്ടാണ് പ്രതീക്ഷയോടെ.